കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു. ഗുരുവായൂരപ്പന് സ്വർണത്തിൻ്റെ കുടം ഒരു ഭക്തൻ സമർപ്പിച്ചുവെന്ന്. ഗുരുവായൂരപ്പന് സമ്മാനങ്ങൾ ഓരോന്നായി സമർപ്പിക്കാൻ ഭക്തർക്ക് എന്ത് ഇഷ്ടമല്ലേ? എന്ത് വിലപിടിപ്പുള്ള വസ്തുക്കളായിക്കോട്ടെ, കണ്ണന് സമർപ്പിക്കാൻ ഭക്തർ സന്നദ്ധരാണ്. കണ്ണൻ അതൊക്കെ സന്തോഷമായിരിക്കും. ഓരോ ഭക്ത മനസ്സിലെയും ആഗ്രഹങ്ങളാകും കണ്ണൻ അങ്ങനെ പല സമ്മാനങ്ങളും നൽകാൻ, അല്ലേ? അച്ഛൻ തിരുമേനി എപ്പോഴോ പറയണ കേട്ടിട്ടുണ്ട്, ഉണ്ണിക്കണ്ണനെ തൊഴാൻ വരുമ്പോൾ കയ്യിൽ ഒരു കദളിപ്പഴം, അല്ലെങ്കിൽ കുറച്ച് തുളസിപ്പൂക്കൾ, അല്ലെങ്കിൽ പിന്നെ ഒരു പിടി അവൽ, ഇനി അതും ഇല്ല അച്ഛാ കുറച്ച് മഞ്ചാടിക്കുരുക്കൾ. അതൊക്കെ തന്നെ കണ്ടാൽ മാത്രമേ കണ്ണൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അച്ഛൻ തിരുമേനി പൂജയ്ക്കിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കാണുന്ന കാഴ്ചകളാണ്. ഇനി അതുമല്ല, വെറും കൈയോടെ കണ്ണനെ ഒരു നോക്ക് കാണണം എന്ന് മാത്രമായി വരുന്ന ഭക്തരുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു കൃഷ്ണനാമമുണ്ട്. അത് കേട്ടാൽ കൃഷ്ണന് തൃപ്തിയാകും. ഒരിക്കൽ ഒരമ്മ ഗുരുവായൂർ അമ്പലത്തിൽ അവരുടെ കുഞ്ഞു മകനെയും കൊണ്ട് തൊഴിക്കാൻ വന്നു. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ കൊണ്ട് ചെന്ന് തൊഴിക്കാനുള്ള തിടക്കത്തിൽ ഭഗവാൻ സമർപ്പിക്കാൻ മറ്റൊന്നും കരുതിയില്ല. നടക്കി ചെന്ന് അവരാ കുഞ്ഞു മകൻ്റെ കൈ മുൻപിൽ കൈ കൂപ്പി തൊഴിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ബാവേ, കണ്ണ് നിറയെ കണ്ട് തൊഴുതോളൂ കേട്ടോ. ഇതാണ് അമ്മ എപ്പോഴും പറയണ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ആ അമ്മ എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് ചൊല്ലി പഠിപ്പിച്ച നാമം ചൊല്ലാൻ പറഞ്ഞു ആ കുഞ്ഞു മകനോട്. അമ്മ പറയണതനുസരിച്ച് കുഞ്ഞ് നാമം ചൊല്ലി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കിച്ച ഹരേ കിച്ച 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 ഹരേ ഹരേ. ആ കുഞ്ഞു കൈ രണ്ടും കൂപ്പി കണ്ണടച്ച് ആ കുഞ്ഞു മോൻ ഉറക്കെ പറഞ്ഞു, ഗുലാബ് ജാമി കാത്തേശിക്കുന്നേ. ആ നിമിഷം ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അച്ഛൻ തിരുമേനി അത് കണ്ടു ചിരിച്ചു. പുതിയ പേര് ഇഷ്ടായെന്ന് തോന്നണു കണ്ണാ? നല്ല ഇഷ്ടായി, ഗുല്ലാപ്പൻ. ആ അമ്മയുടെ നിഷ്കളങ്കമായ ഭക്തിയുടെ സ്നിഗ്ധത, ആ കുഞ്ഞു മനസ്സിൻ്റെ നൈർമല്യവും ഏത് വിലപിടിപ്പുള്ള വസ്തുവിനേലും വലുതായിരുന്നു കണ്ണന്. സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പന് ഒരു ചെല്ലപ്പേര് ഗുല്ലാപ്പൻ. ഒരു പിടിയാവില്ലോ, കുറച്ച് തുളസിപ്പൂക്കളോ